നടി ഉർവശി തന്റെ ആദ്യ വിവാഹ ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളും മദ്യപാനം തന്റെ ജീവിതത്തെ എങ്ങനെ ബാധിച്ചു എന്നതിനെക്കുറിച്ചും അടുത്തിടെ തുറന്നു പറഞ്ഞത് വൈറലായിരുന്നു. അതിനുശേഷം മനോജ് കെ ജയൻ ഉർവശി ദാമ്പത്യം വീണ്ടും പ്രേക്ഷകർക്കിടയിൽ ചർച്ചാ വിഷയമായി. മദ്യപാനം ശീലിച്ചത് ഭർത്തൃവീട്ടിൽ നിന്നാണെന്ന് ഉർവശി വെളിപ്പെടുത്തി. ഇപ്പോഴിതാ മനോജ് ഉർവശി ദാമ്പത്യത്തെക്കുറിച്ചും നടിയുടെ മദ്യപാനത്തെ ശീലത്തെക്കുറിച്ചും തനിക്ക് അറിയാവുന്ന കാര്യങ്ങൾ പങ്കുവയ്ക്കുകയാണ് ചലച്ചിത്ര ലേഖകൻ പല്ലിശ്ശേരി. താരദമ്പതികളുടെ ദാമ്പത്യത്തിലെ പ്രശ്നം പരിഹരിക്കാൻ താൻ ശ്രമിച്ചിരുന്നുവെന്നും പല്ലിശ്ശേരി പറയുന്നു. പല്ലിശ്ശേരിയുടെ വാക്കുകളുടെ തുടർന്ന് വായിക്കാം. ഉർവശി മദ്യപിക്കുമോ, മദ്യപിച്ച് ബഹളമുണ്ടാക്കുമോ? വീണ്ടും പഴയ കാര്യങ്ങൾ പൊന്തി വന്നിരിക്കുന്നു. ഉർവശി മദ്യപിക്കാൻ കാരണം മനോജ് കെ ജയന്റെ വീട്ടുകാരാണെന്ന് ഇപ്പോൾ പ്രചരിക്കുന്നു. ഇതിന് കുറച്ച് എനിക്ക് ചോദ്യം വന്നു. എന്നോട് എന്തിന് ചോദിക്കുന്നു എന്നായിരുന്നു എൻ്റെ ആദ്യ പ്രതികരണം. മദ്യപാനം തെറ്റാണെന്ന് പലരും കരുതുന്നില്ല. മദ്യപിക്കുകയോ മദ്യപിക്കാതെ ഇരിക്കുകയോ ചെയ്യാം. അത് വ്യക്തിനിഷ്ഠമാണ് എന്ന് കരുതി രണ്ടാമതൊരാൾക്ക് കുഴപ്പമുണ്ടാകാനും പാടില്ല. ഉർവശി മദ്യപിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. മദ്യപിക്കുക മാത്രമായി മോശമായി പെരുമാറുകയും ചെയ്തിട്ടുണ്ടെന്ന് മാധ്യമപ്രവർത്തകനായ എന്നോട് പോലും. ആ കുടുംബവുമായി എനിക്ക് വർഷങ്ങളായ സ്വാതന്ത്ര്യമുണ്ട്. സിനിമാക്കാരും മാധ്യമപ്രവർത്തകരും തമ്മിൽ ബന്ധമില്ല. ഒരുപോലെ വീട് പോലെയാണ് കഴിയുന്നത്. അത്രയും സ്വാതന്ത്ര്യം എനിക്കുണ്ടായിരുന്നു. ടി.എസ്. സുരേഷ് കുമാറിന്റെ സിനിമയിൽ ലൊക്കേഷനിൽ ഞാൻ ചെന്നു. അവിടെ വെച്ചാണ് ഉർവശിയും അനുഷ്ക ജയനും പ്രണയത്തിലാണെന്ന് ഞാൻ അറിയുന്നത്. പിന്നീട് ഇരുവരും വിവാഹിതരായി സുഖജീവിതം തുടങ്ങി. കോട്ടയത്ത് മനോജ് കെ ജയന്റെ വീട്ടിൽ വരുമ്പോഴും വളരെ സന്തോഷവതിയായിരുന്നു. അന്ന് ഞാൻ മംഗളത്തിൽ ജോലി ചെയ്തിരുന്നു. സുഖസൗകര്യങ്ങളോടാണ് ഉർവശി ജീവിച്ചു വരുന്നതിന് ഇടയിലാണ് ഇരുവരും വേർപിരിയാൻ പോകുന്ന വാർത്ത കേൾക്കുന്നത്. ഇത് കേട്ടപ്പോൾ ഞാൻ ആദ്യം വിളിച്ചത് ഉർവശിയല്ല, അവരുടെ വീട്ടുകാരെയാണ്. ഞങ്ങൾ മനോജ് കെ ജയന്റെ ഭാഗത്താണ് എന്നായിരുന്നു അവരുടെ മറുപടി. ഞാൻ അന്വേഷിച്ചപ്പോൾ കുഞ്ഞുമായി അവർക്കൊപ്പമാണ് മനുഷ്കന്റെ താമസം. പിന്നെന്താണ് പ്രശ്നമെന്ന് തോന്നി. വീട്ടുകാർ പറഞ്ഞത് ഉർവശി പതിവില്ലാത്തവണ്ണം മദ്യപിക്കുമെന്നാണ്. വിവാഹമോചനത്തിലേക്ക് പോകാൻ മനോജിന് താല്പര്യമില്ലായിരുന്നു. ഇത് ഞാൻ പറയാൻ കാരണം ഈ വിഷയത്തിൽ ഒന്ന് ഇടപെട്ട് നോക്കാം അവരുടെ വീട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞിരുന്നതാണ്. മദ്യപിക്കുന്ന അവസ്ഥയിലാണെങ്കിൽ ഇടപെട്ടിട്ട് കാര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. എനിക്കറിയാവുന്ന ഉർവശി പാവമായിരുന്നു. ഇപ്പോഴത്തെ ഉർവശി പാവമല്ല.